ശരിക്കും നമ്മുടെ നാടൻ പശുക്കളെ ഗോമാതാക്കളെ കരുതുകയും ഇവളാണ് മണിക്കുട്ടി, മാങ്കോമഡോസിലെ മണിക്കുട്ടി. വെച്ചൂരച്ഛൻ, വെച്ചൂരമ്മ, വെച്ചൂർ മകൾ. മറിക്കുട്ടി ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നു. എൻ്റെ മറിക്കുട്ടി എൻ്റെ മടിയിൽ ഇരിക്കുന്ന പോലെ. എൻ്റെ ദേഹത്ത് മുഴുവൻ ചുഴിയാണ്. അവിടെ ഒരു ചുഴിയുണ്ട്, ഇവിടെ ഒരു ചുഴിയുണ്ട്. ദേശീയമായി നമുക്ക് ഈ നമ്മുടെ പശുക്കളെ സംരക്ഷിക്കേണ്ടതാണ്. മണിക്കുട്ടി, ഇവളാണ് മണിക്കുട്ടി, മാങ്കോമഡോസിലെ മണിക്കുട്ടി. കണ്ടോ അവൾ ഇരിക്കുന്നുണ്ടോ? മറിക്കുട്ടി ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നു. എൻ്റെ മറിക്കുട്ടി എൻ്റെ മടിയിൽ ഇരിക്കുന്ന പോലെ തന്നെ. നോക്കിയേ, ഇവരൊക്കെ പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവൾ ഓടും. കണ്ടോ അവിടെ ദേഹത്ത് മുഴുവൻ ചുഴിയാണ്. അവിടെ ഒരു ചുഴിയുണ്ട്, ഇവിടെ ഒരു ചുഴിയുണ്ട്, ഇവിടെ ഒരു ചുഴിയുണ്ട്. കണ്ടായിരുന്നു ചുഴി കണ്ടോ? വെറൈറ്റിയാണ്. ഇത് അമ്മ വെച്ചൂര്, ഇത് അച്ഛൻ വെച്ചൂര്, ഇത് മോള് വെച്ചൂര്, മണിക്കുട്ടി വെച്ചൂര്. ഞാനും വെച്ചൂരാ. വെച്ചൂരിൻ്റെ തൊട്ടടുത്ത് കല്ലറയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. വെച്ചൂരുണ്ട്, കാസർഗോഡ് ഡാർഫൺ, അങ്ങനെ ഒരുപാട് നാടൻ ഇനങ്ങളുണ്ട്, നാടൻ പശുക്കളുണ്ട്. അപ്പോൾ ഈ പശുക്കളെ നമ്മുടെ ഗോമാതാവ് എന്നുള്ള ഒരു സങ്കല്പമാണ് നമുക്ക് ഈ ഭാരതത്തിൽ. യഥാർത്ഥത്തിൽ ഇപ്പോൾ എല്ലാവരും അവിടെ ഉത്തരേന്ത്യയിലൊക്കെ ഈ ഗോമാതാവിൻ്റെ പേരിൽ എല്ലാ പശുക്കളും ശരിക്കും ജേഴ്സി, HF ഇനത്തിലൊക്കെ പെടുന്ന പശുക്കൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ അല്ല. അതിനെ നമുക്ക് ഗോമാതാവെന്ന് കരുതാനും വയ്യ. യഥാർത്ഥത്തിലുള്ള പശുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ നാടൻ പശുക്കളാണ്. ദേശീയ ബ്രീഡ്സായ നമ്മുടെ വെച്ചൂര്, അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡ് ഡാർഫ്, കുള്ളൻ, അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ നമുക്ക് കൊച്ചു കൊച്ചു പശുക്കളുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഗോമാതാവ് എന്ന സങ്കല്പം ആ പശുക്കളെ അടിസ്ഥാനമാക്കിയാണ്. അല്ലാതെ വിദേശത്ത് നിന്ന് വന്ന ലാബിൽ ഡെവലപ്പ് ചെയ്ത ജേഴ്സിയോ അല്ലെങ്കിൽ HFO അതുപോലെ വേറെ ഒരു ഇനമുണ്ട്, ഒരു സങ്കര ഇനമുണ്ട്. അങ്ങനെ ആ ഇനങ്ങളെ നമുക്ക് ഗോമാതാവെന്ന് കരുതാനാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മൾ ഗോമാതാ സങ്കല്പത്തിൽ ഒരുപാട് ഇഷ്യൂസൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ശരിക്കും നമ്മുടെ നാടൻ പശുക്കളെ ഗോമാതാക്കളെ കരുതുകയും മറ്റുള്ളവയെ സാധാരണ മൃഗങ്ങളായി കരുതുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ചില പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാവുമെന്ന് കരുതുന്നു. ഒരു കാരണവശാലും നമുക്ക് ദേശീയമായി നമുക്ക് ഈ നമ്മുടെ പശുക്കളെ സംരക്ഷിക്കേണ്ടതാണ്. ഇതിനെ ആരും കൊല്ലുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ വിദേശത്ത് നിന്ന് വരുന്ന വിദേശ സങ്കര ഇനങ്ങളെ നമുക്ക് ആ രീതിയിൽ കാണാൻ പറ്റുമോ എന്നുള്ളത് ഒരു തർക്ക വിഷയമാണ്. അത് ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് വിടുന്നു. എല്ലാവർക്കും നമസ്കാരം.